ഇന്ന് എത്ര മണിക്കാണ് കൃത്യം പ്രധാനമന്ത്രി അവിടെ എത്തുക? അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ഗുഡ് മോർണിംഗ് മോത്തി. പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിലേക്ക് എത്തുകയാണ്. ഈ 12ാം നാളാണ് ദുരന്തഭൂമി സന്ദർശിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നത്. ഈ 12:15 കൂടിയാണ് ഈ കാണുന്ന SKMJ ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രി എത്തുക. 11 മണിക്ക് കണ്ണൂരിലെത്തും. അതിനുശേഷം ഈ ഹെലികോപ്റ്റർ വഴി ആദ്യം ദുരന്ത മേഖലയിലെത്തി ആകാശ നിരീക്ഷണം നടത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ക്രമീകരണം പ്രകാരം, ഷെഡ്യൂൾ പ്രകാരം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ ആകാശ നിരീക്ഷണം നടത്തി നേരെ ഈ SKMJ സ്കൂളിലെ ഹെലിപാഡിലെത്തി ഇവിടെ നിന്ന് റോഡ് മാർഗം വീണ്ടും ഈ ദുരന്ത മേഖലയിലേക്ക് പോകും, ചൂരൽമലയിലേക്ക് പോകും. അവിടെ ക്യാമ്പുകളിലെ ആളുകളെ കാണും. ബെയിലി പാലത്തിന് സമീപമെത്തി ഈ സന്നദ്ധ പ്രവർത്തകർ, അതായത് സംഘടനകളുടെ പ്രതിനിധികളുമായി സംസാരിക്കും, ഈ ചികിത്സയിലിരിക്കുന്നവരുമായി സംസാരിക്കും എന്നുള്ളതാണ്. 12 മണി തൊട്ട് 3 മണി വരെയുള്ള ഒരു 4 മണിക്കൂർ സമയം പ്രധാനമന്ത്രി ഉണ്ടാകും. എല്ലാ ഈ സന്ദർശനങ്ങൾക്കും ശേഷം കലക്ടറേറ്റിൽ അവലോകന യോഗത്തിലും പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ തുടക്കം മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ്. അവർ ഒരു മനോധൈര്യമൊക്കെ കഴിഞ്ഞ ദിവസമുള്ള പല റിപ്പോർട്ടുകളിലും നമ്മൾ കണ്ടു. ഈ വലിയ മുറിവിനെയും മറികടന്നുകൊണ്ട് അതിജീവിക്കണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ഇനി ലക്ഷ്യവും പ്രതീക്ഷയും ഒക്കെ. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിലേക്ക് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നത് വലിയ ആശ്വാസം തന്നെയായിരിക്കും പകരുക. ഒപ്പം തന്നെ മറ്റ് പാക്കേജുകളും മറ്റ് പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. ഏതായാലും 12:15 കൂടി SKMJ സ്കൂളിലെ ഈ ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രി എത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, കർശന സുരക്ഷയാണ്. ഇപ്പോൾ തന്നെ നിരീക്ഷണം നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്നതാണ്. അത്തരത്തിൽ കർശന സുരക്ഷാ വലയം ഒരു ഭാഗത്ത് കൽപ്പറ്റയും മറ്റ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന മേപ്പാടി മുതലുള്ള എല്ലാ മേഖലകളിലും ഒരുക്കിയിട്ടുമുണ്ട്. മോത്തി. അരുൺ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? കാലാവസ്ഥ പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമാണോ അവിടെ ഉള്ളത്? നിലവിൽ ഈ മണിക്കൂറിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആശങ്കകളില്ല എന്നുള്ളതാണ്. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇടവിട്ടൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതെങ്കിലും കുറച്ച് ദിവസങ്ങളായി മഴ മാറി നിന്നിരുന്നു. അത്തരത്തിലൊരു തെളിഞ്ഞ കാലാവസ്ഥ ഇന്ന് രാവിലെയും നമുക്ക് കാണുന്നുണ്ട്. ഇന്നലെ വൈകിട്ടൊക്കെ ഒരു മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് മോത്തി നിലവിലെ സാഹചര്യം. അവിടെ ഏതൊക്കെ സുരക്ഷാ സേനകളുടെ സാന്നിധ്യമുണ്ട് അരുൺ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി? നിലവിൽ SPG ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ SKMJ സ്കൂളിലേക്ക് പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമാണ് ഇത്തരത്തിലുള്ള പരിശോധനയൊക്കെ നടക്കുന്നത്. SPG ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഈ സേനയുടെ കൃത്യമായ വിലയിരുത്തലും നിരീക്ഷണവും ഉണ്ടാകും. പ്രധാനമന്ത്രി എത്തുന്ന, ഞാൻ സൂചിപ്പിച്ചത് ഈ കൽപ്പറ്റ മുതലുള്ള ഈ ഒരു മേപ്പാടി മുതൽ ചൂരൽമലയിലേക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ റോഡ് നീളെ അത്തരത്തിൽ കിലോമീറ്റർ ഇടവിട്ടുള്ള പോലീസിന്റെ സേനാ വിന്യാസം ഉണ്ടാകും. ഒപ്പം തന്നെ SPG ഉണ്ടാകും. അത്തരത്തിൽ സുരക്ഷാ വിന്യാസം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. മോത്തി. ശരി.